എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യുന്നത് നോക്കാം. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളൊരു ഫേഷ്യലാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആകാനും ക്ലിയർ ആകാനും വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ഫേഷ്യലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ നാച്ചുറലായിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/4 മുറി നാരങ്ങ, അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മുറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 1/4 മുറി മുതൽ അരമുറി വരെ നിങ്ങൾക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മുഖത്ത് ഒരു ചെറിയൊരു കോട്ടൺ വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. നമ്മൾ പുരട്ടുമ്പോൾ എപ്പോഴും സർക്കുലർ മോഷനിൽ പുരട്ടുക. അതുപോലെ തന്നെ ഇത് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഒരു 5 മിനിറ്റ് നമ്മുടെ മുഖത്തൊന്ന് ഇതിട്ട് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ട് ക്ലീനായി കിട്ടും നമ്മുടെ മുഖം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു കോട്ടൻ്റെ ഒരു റൗണ്ട് പാഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കുറേശ്ശെ നമ്മൾ ഒരു റൗണ്ട് മോഷനിൽ താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഖം ചെയ്യുന്നതോടൊപ്പം തന്നെ കഴുത്തും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുഖം കഴുകിയിട്ട് ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്രബാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ സ്ക്രബ് നമ്മൾ തയ്യാറാക്കുന്നത്. സ്ക്രബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രബ് ഇട്ട് റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം പോയിട്ട് സ്കിൻ നല്ല സ്മൂത്താകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പുട്ടിൻ്റെ പൊടിയാണ് ഏറ്റവും നല്ലത്. അതിൽ കുറച്ച് തരിതരിപ്പ് കാണും. 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഇനി 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഈ അരിപ്പൊടിയിൽ മുക്കിയിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. ഒരുപാട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർ മുഖം ഒന്ന് ആവി കൊടുത്തതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലിയറായി കിട്ടും. അപ്പോൾ തക്കാളി ഇതുപോലെ നമ്മൾ മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ അരിപ്പൊടിയിൽ മുക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ മുഖം ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പം കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. മുഖം ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് വേണം ഇത് സ്ക്രബ് ചെയ്ത് എടുക്കാനായിട്ട്. ഈ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചാൽ ഒന്നുകൂടെ നല്ലതാണ്. തക്കാളിയും തൈരും ഒക്കെ വളരെ നല്ലതാണ് നമ്മളുടെ മുഖം നല്ലതായിട്ട് ക്ലെൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും സർക്കുലർ മോഷനിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി ടവൽ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. ഈ ഫേസ് പാക്കും നമ്മൾ വളരെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പഴം എടുത്തിട്ടുണ്ട്. അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചാലും മതി. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നത്. പഴം നന്നായിട്ട് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ തക്കാളിയുടെ നീര് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു തക്കാളി മുറിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ പകുതി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പൾപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും തൈരും കൂടി ചേർന്നാൽ വളരെ നല്ലൊരു എഫക്റ്റാണ് നമ്മുടെ മുഖത്തിനായാലും നമ്മുടെ കയ്യിലും ഒക്കെ നമുക്കത് പുരട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ തക്കാളിയുടെ പകുതി പൾപ്പ് ഇതിലേക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം അതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിക്കാം. പഴത്തിന് പകരം നിങ്ങൾക്ക് പപ്പായൊക്കെ എടുക്കാം. പപ്പായയും അടിപൊളിയാണ്, മുഖത്ത് ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർക്കുന്നുണ്ട്. തൈര് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർക്കാം. തൈരും തക്കാളിയും കൂടെ ഒക്കെ നമ്മൾ മുഖത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ നല്ലൊരു വൈറ്റനിങ് പാക്കും കൂടാണ് ഈ തൈരും തക്കാളിയും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നീ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് കഴുകിക്കളയാം. മുഖം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് മുഖത്തിട്ട് കൊടുത്തിട്ട് 20 മിനിറ്റ് ഇതൊന്ന് നമുക്ക് ഉണങ്ങാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി നമുക്ക് മുഖം ഒന്ന് ഒപ്പിയെടുക്കാം. ഈ ഫേഷ്യൽ 2 ആഴ്ച കൂടുമ്പം ഒരു തവണ ചെയ്യുന്നതും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. നല്ല റിസൾട്ടാണിത്. അപ്പോൾ നമ്മൾ ഈ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയും അതുപോലെ നല്ലൊരു തിളക്കവും കിട്ടും. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്.
അപ്പോൾ നമ്മൾ ബ്യൂട്ടി വ്ളോഗ്സൊന്നും അങ്ങനെ എപ്പോഴും ഇടാറില്ല. ഇടയ്ക്ക് ഇടുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഹാക്സും ടിപ്സും ഒക്കെയാണ് ഇടുന്നത്. അല്ലാതെ സ്ഥിരമായിട്ട് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇത് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നി, അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പാക്ക് ഒരു 20 മിനിറ്റ് ഉണങ്ങിയതിന് ശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഖമൊന്ന് മസാജും കൂടെ ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ വന്നിട്ട് നല്ലതാണ്. ഇനി അവസാനത്തെ പാക്കാണ് കോഫി പാക്ക്. അപ്പോൾ ഇത് നല്ല ഒരു പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കടലമാവാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടലമാവ്. കടലമാവിലേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പൗഡർ മാത്രം എടുക്കുക, അല്ലാത്ത കോഫി പൗഡർ ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്. ഇൻസ്റ്റൻറ്റ് എടുത്താൽ മാത്രമേ അതിൽ അലിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തൈര്, 1.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചാൽ വളരെ നല്ലതാണ്. ഹണി ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഹണി ഒഴിക്കുമ്പോൾ ഒരുപാടങ്ങ് സ്കിന്ന് ഡ്രൈ ആയി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഹണി ചേർക്കുന്നില്ല. ഹണി നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം ഹണി എടുത്താൽ മതി. അപ്പോൾ അത് കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിഞ്ഞ് നല്ല ക്രീമി ആയിട്ട് വരും. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫി പാക്ക്. അതുപോലെ കടലമാവും വളരെ നല്ലതാണ് മുഖത്തിൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖം ചെറുതായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് നമുക്കിത് ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പാക്കും നമ്മൾ 20 മിനിറ്റാണ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഇത് കുറച്ച് കഴിയുമ്പം ഒന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ സംസാരിക്കരുത്, അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ നല്ലൊരു പാക്കാണ്. നമ്മുടെ ഡാർക്ക് സ്പോട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറാനും റിങ്കിൾസൊക്കെ പോകാനും വേണ്ടിയിട്ട് നല്ലൊരു പാക്കാണ്. വളരെ എഫക്റ്റീവാണ്. ഇതുവരെ ഈ പാക്ക് യൂസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ഈ പാക്കും അതുപോലെ തന്നെ ഫേഷ്യലും ഒക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഇത് ഇടാറുണ്ട്. സൂപ്പറാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ കോഫി പാക്കും അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 20 മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ കുറച്ച് പേടി തോന്നും. അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. അപ്പോൾ നന്നായിട്ട് കഴുകി നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വെച്ചിട്ട് മുഖം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഫേഷ്യൽ. അപ്പം ബ്യൂട്ടി പാർലറിലൊന്നും പോയില്ലേലും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഫേഷ്യൽ ചെയ്യാം. ഇതിൽ യാതൊരു കെമിക്കൽസും നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഫേഷ്യൽ ചെയ്തിട്ട് അടുത്ത ദിവസമാണ് ഒന്നുകൂടെ നല്ല ഗ്ലോ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മൾ ഇതിന് മുൻപ് ഉപ്പുറ്റി വെണ്ട് കീറുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് ഇതും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്